ഹായ്. ഇപ്പം സമയം ഏകദേശം 12 മണിയാളായി. അപ്പം നമ്മളെ ഇന്നത്തെ വർക്കും കാര്യങ്ങളെല്ലാം ഏകദേശം തീർന്നു. അപ്പം ഇന്നെന്തായാലും ഇനി അങ്ങോട്ട് ഭയങ്കര ഫ്രീ ആണ്. അപ്പം അനന്ത് വിളിച്ചിട്ട് പറഞ്ഞു നമുക്കൊന്ന് മുടി മുറിക്കാൻ പോകാം. ഓന് മുടി മുറിക്കാനുണ്ട്, എൻ്റെ മുടി മുറിക്കാനായിട്ടില്ല. ഒന്നാമത് എനിക്ക് മുടി ഭയങ്കര കുറവായിട്ട് കൊഴിഞ്ഞു പോകുന്നിപ്പം. അപ്പോൾ നമുക്ക് നേരെ മുടി മുറിക്കാൻ പോകാം. ഞാനിങ്ങനെ വീട്ടിലിങ്ങനെ ഇരുന്നിട്ടാണുള്ളത്. വീട്ടിലൊരു സിറ്റ് ഔട്ടിലാണ് ഞാനുള്ളത്. അപ്പം ഇവിടെ മഴയൊക്കെ പെയ്തൊരു രാവിലെയാണ് നിങ്ങൾ കാണുന്നത്. ഈ പ്രദേശത്ത് അതായത് ഈ ഭാഗത്ത് മഴ പെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് കാണാൻ. അതായത് ഒരു മണ്ണിൻ്റെ മണം നമുക്കിങ്ങനെ അടിക്കും മൂക്കിലേക്ക്. അത്രയും ഒരു രസമാണ് മഴക്കാലം. ഇവിടെ ഇരിക്കുകയെന്ന് വെച്ചാൽ ഭയങ്കര ഇവിടെ ഇരുന്നിട്ട് ഇവിടെ ഒരു ചായയും വെച്ചിട്ട് മഴയും നോക്കി ആസ്വദിച്ചിരിക്കുക എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു രസമാണ്. ഒരു കേരളത്തിൻ്റെ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കണമെങ്കിൽ നമ്മളെ വീട്ടിലെ സിറ്റ് ഔട്ടിലിരിക്കണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഇത് കിട്ടുള്ളൂ. പിന്നെ മുടി മുറിക്കുന്ന ആൾക്കൊരു പ്രത്യേകതയുണ്ട്. ആളെന്ന് വെച്ചാൽ 2016 മുതൽ ഞാൻ അവിടെ തന്നെയാണ് പോകുന്നത്. അതായത് നമ്മുടെ ഒരു ഫ്രണ്ടിനെ പോലെയാണ്. നമ്മളെ ബോസ് എന്നാണ് നമ്മൾ വിളിച്ചത്, കിരൺ എന്നവർ. ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പം അനന്തുവിനെ പിടിച്ച് അങ്ങോട്ടാക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് അനന്തുവിൻ്റെ വീട്ടിൽ നിന്ന് ഇനി പിന്നെ മുടി മുറിച്ചിട്ട് നമ്മളെ റോഡും കാര്യങ്ങളും ഫുള്ള് മഴയെല്ലാം നനഞ്ഞ്. ഇതാണ് നമ്മുടെ വീട്ടിൽ പിടിച്ച മാങ്ങ. അപ്പം ഇവിടെയും കാര്യങ്ങളിലും ചെടിയൊക്കെ ഫുള്ള് ഇതാണ്, ഇങ്ങനെ നനഞ്ഞിരിക്കുകയാണ്. അപ്പം അടുത്ത മഴക്കുള്ള സാധ്യതയുണ്ട്. ഏകദേശം കർമ്മകൾ നല്ല രീതിക്ക് ഇരുണ്ട് കയറിയിട്ടല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ അനന്തുവിൻ്റെ വീട്ടിൽ പോയിട്ട് നേരെ മുടി മുറിക്കാൻ പോകും. അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം. എൻ്റെ ഈ സോഫോ എനിക്ക് നിർത്താൻ പറ്റുമെന്ന് എനിക്ക് ഇപ്പോഴേ തോന്നുന്നില്ല. നമ്മൾ കഴിവ് നിർത്തും. നമ്മുടെ മീൻകാരൻ മനോജേട്ടൻ പോകുന്നുണ്ട് ഇതിൽ. മീൻകാരൻ മനോജേട്ടനാണ്. അതിപ്പം ഇവിടുത്തെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും മീനെത്തിക്കുന്നത്, അതായത് നമുക്കായാലും മീനെത്തിക്കുന്നത് മനോജേട്ടനാണ്. നമുക്ക് എന്തായാലും അങ്ങോട്ട് എത്തിയിട്ട് കാണാം. ഓക്കെ, അനന്തുവിൻ്റെ വീട്ടിലെത്തിയിട്ട് നേരെ നമുക്ക് കിരൺ ബോസിൻ്റെ ഷോപ്പിൽ, കിരൺ ബോസ് നമ്മൾ പറയല്, കിരൺ ബോസിൻ്റെ ഷോപ്പിലേക്ക് നമുക്ക് മുടി മുറിക്കാൻ പോകാം. ഓക്കെ, അവിടെ എത്തിയിരിക്കണം ഗൈസ്. അപ്പം നമ്മളങ്ങനെ അനന്തുവിൻ്റെ വീട്ടിലെത്തി. ഞാൻ നമ്മളെ ബോസിന് നേരത്തെ പറഞ്ഞ ആളെ ഞാൻ വിളിച്ചു നോക്കിയത്. പുള്ളിക്കാരൻ ഷോപ്പിലുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറില്ല. പുള്ളിക്കാരൻ്റെ അടുത്ത് മുടി മുറിച്ചാൽ ഒരു തൃപ്തിയില്ല. അതുകൊണ്ട് അവിടെ നിന്ന് തന്നെ മുറിക്കുന്നത്. നമുക്ക് അനന്തുവിൻ്റെ വീട്ടിൽ നേരെ പോകാം. അനന്ത് ഇവിടെ റെഡി ആവുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഓൾറെഡി നല്ല രീതിക്കുള്ള ഹെയർ ഫാളും കാര്യങ്ങളുണ്ട്. അപ്പം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ മുടി ഷോർട്ടായി വെക്കുക എന്നുള്ളതാണ്. ഞാൻ നല്ല മുടി ഉണ്ടായിരുന്നു, നല്ലോണം ഞാൻ വളർത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ അല്ല ഈ ഹെയർ ഫാളിന് കാരണം ജെനറ്റിക്സ് ആണെന്നാണ് തോന്നുന്നത്. അറിയില്ല, ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല. അപ്പം ഇനി കാണിച്ച് നോക്കണം, ഇനി എന്നാ സംഭവം എന്ന് നോക്കണം. അപ്പോൾ നമുക്ക് അന്ന് ഞാൻ ജസ്റ്റ് ഹോമിയോ കാണിച്ചു തരാൻ പറഞ്ഞതാണ് മുടി ഷോർട്ടായി വെക്കുക. അപ്പം വന്നു പോവാം. ഇങ്ങനെയാണ് എൻ്റെ മുടിയിൽ. ഞാൻ ഇന്ന് മുടി മുറിച്ചിട്ട് സ്റ്റൈലാക്കാൻ നോക്കി. നമുക്ക് നേരെ ബാർബർ ഷോപ്പ് പോവാം. ഞാനിപ്പോൾ വിളിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു ബാർബർ ഷോപ്പ്, ചെങ്ങാടിണ്ട്. അപ്പോൾ നമുക്ക് നേരെ ബാർബർ ഷോപ്പ് പോയിട്ട് ബാക്കി ചെയ്യാം. ഓക്കെ, മഴ പെയ്യുമോ? വേഗം പോവാം, വളർന്നറിയാം. അതെ, മുടി കൊടുക്കുന്ന ഷോപ്പിലെത്തി. അനന്തു, ഇതാണ് നമ്മുടെ ഷോപ്പ്. പുള്ളിക്കാരൻ ഇപ്പോൾ ഇവിടെ ഇല്ല, പുള്ളിക്കാരൻ പുറത്ത് പോയിട്ടാണ്. അല്ല, ഇപ്പം വരൂലേ? വരും. ഓക്കെ, ഇത് നമുക്ക് ഉള്ളിൽ കയറിക്കാവാ. ഞാനത് അങ്ങനെ നമ്മളെ കിരൺ ബാർ ഷോപ്പിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യാം അല്ലേ? ഇത് കിരൺ ബായർ അസിസ്റ്റൻറ്റ് ഉപേഷ് ബായ്. പുള്ളിക്കാരൻ ഫോണിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. അപ്പം കിരൺ ബായ് വന്നിട്ട് ബാക്കി സംസാരിക്കാം. ഓക്കെ, നമ്മളെ കിരൺ ബായ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഹായ്, ചെറിയൊരു വ്ളോഗ്. നമ്മൾ ഈ കട്ടാണ് അനന്തിന് ചെയ്യാൻ പോകുന്നത്. ഇതുപോലെ ആയാൽ മതി അല്ലേ? ആവൂലേ? ആവണം. ഇൻസ്റ്റയിൽ ഇട്ടൊരു ഫോട്ടോ ആണ്. അപ്പം ഞാനെടുത്ത് ജസ്റ്റ് അനന്തുവിന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. ഞാനല്ല, അനന്തുവിൻ്റെ ഇതുകൊണ്ടാണ് ഞാൻ നിർബന്ധിച്ചല്ല. താടിയും കുറച്ച് ട്രിം ചെയ്യാം. ഓക്കെ, ഞാൻ ബാർബറായി മാറിയ പോലെ ഉണ്ടല്ലേ?
ഓൻ്റെ മുടികൾ കഴിഞ്ഞാൽ നമ്മളെ മുടി. സോ അതുപോലെ അപ്പം ഞാൻ പറഞ്ഞ ആളിതാണ് കിരൺ ഭായ്. പുള്ളിക്കാരൻ കൊടകിലാണ്. സോ ഇപ്പം അനന്തവിനോട് ഞാൻ ഏകദേശം 2010, അതായത് ഞാൻ 10ാം ക്ലാസ് മുതലേ ഇവിടെ വരുന്നുണ്ട്. പുള്ളിക്കാരനാണ് നമ്മളെ മുടിയെല്ലാം മുറിക്കുന്നതും കാര്യങ്ങളും നോക്കുന്നത്. സോ അനന്തപുരം നമ്മൾ ബസ് കട്ട് അടിക്കാൻ പോകുന്നു. ബസ് കട്ടിൻ്റെ പകുതി. സോ അനന്തപുരം മുടി മുറിക്കൽ ഏകദേശം കഴിഞ്ഞു. അതിന് ഇത് നമ്മൾ മുടി മുറിക്കൽ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ താടി കണക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളെ മുടി മുറിക്കും. ഓക്കെ, ബസ് കട്ട് അനന്തൻ്റെ കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു? നല്ലതായിട്ടുണ്ട്. സാധാരണ മീശ എപ്പോഴും പേടാട്ടല്ലേ. സോ അങ്ങനെ നമ്മൾ അനന്തുവിൻ്റെ മുടി ഒരിക്കൽ കഴിഞ്ഞു. കാണിച്ച അല്ല ബസ്കട്ട് അതെന്താ പറയല്ലേ? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ആ പിന്നല്ല, ഡ്രസ്സിങ് കൂടി മാറ്റി. ഡ്രസ്സിങ് കൂടെ മാറ്റിയ അനന്ത് ഫ്രീക്കനായി. അടുത്തതായി നമ്മളെ മുടി കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോകണം. സോ നേരെ വീട്ടിലേക്ക്. സോ പുള്ളിക്കാരൻ അവിടെ വർക്കിലാണ്, അതുകൊണ്ടാണ് കിട്ടാത്തത്. പോവാം. എയർപോർട്ട് ഇതാണ് ഷോപ്പ്. സോ ഇവിടെ നമ്മളെ കിരൺ ബോസ് ഉണ്ടാവും. സോ നമുക്കിനി വീട്ടിലേക്ക് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ മാക്സിമം വരാൻ പറ്റുന്നതെല്ലാം വരാം. നല്ല രീതിയിലുള്ള മുടിവെടുക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, നമ്മൾ മുടിയൊക്കെ മുറിച്ച് വീട്ടിലെത്തി. അപ്പം ഇന്നലെ മിനിയാത്ത വ്ളോഗും ഇതിനേക്കാളും ലെങ്ത്ത് കുറവായിരിക്കും വ്ളോഗിന്. കാരണം എന്ന് വെച്ചാൽ ഇതൊരു ചെറിയ വ്ളോഗാണ്. നമ്മളങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട്. അനന്തുവിൻ്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. അത് ബസ് കട്ടിൻ്റെ ഒരു മോഡലാണ് ഇവൻ അടിച്ചത്. സോ എൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് മുടി മുറിക്കലാണ്. അതായത് വലിയ ഇങ്ങനെ ബസ് കട്ട് അങ്ങനത്തെ ഒരു കട്ട് വേണമെന്ന് നിൽക്കില്ല, അല്ലെങ്കിൽ മുടിയില്ല. അപ്പം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ മുറിക്കൽ. അപ്പോൾ അനന്തുവിന് വെറൈറ്റി ലുക്ക് വേണമെന്ന് വിചാരിച്ച് ഇവനെ കൊണ്ട് അങ്ങനെ ഉറപ്പിച്ചാൽ കുഴപ്പമില്ല. നല്ല ലുക്ക്, നല്ല രസമുണ്ട് കാണാൻ, വെറൈറ്റി ലുക്ക്. അതെ, മീശ ആണെങ്കിൽ കുറെ കാലത്തെ സാധാരണ പോകുമ്പം മീശ നല്ലത്തെ ആക്കില്ല, ഇത് നല്ലത്തെ ആക്കിയിട്ടുണ്ട്. ഇവൻ്റെ ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ സ്ഥിരം ഒരു വെറൈറ്റി ഇല്ല. അതുകൊണ്ട് നമ്മൾ ഇന്നൊരു വെറൈറ്റി കട്ട് പിടിച്ചാൽ ഇവന് അല്ലേ. അതെ, ഇഷ്ടപ്പെട്ടു. അവന് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞ ബാർബർ ഷോപ്പിൽ ഇവന് പോവുള്ളൂ. കാരണം ലോയൽ കസ്റ്റമറായി. അതാ, അങ്ങനെയാണ്. ഫുൾ നേരം അടുത്തേക്ക് പോകുന്നത്. എൻ്റെ ഇന്നത്തെ പരിപാടി, ഇവിടുത്തെ പരിപാടിയും കഴിഞ്ഞു. ഇനി ഞാൻ നേരെ വീട്ടിൽ പോവാണ്. സോ അനന്തൂര് വർക്കുണ്ട്. അപ്പോൾ 5 മണിക്കല്ല, വൈകുന്നേരം 5 മണി ടു രാത്രി ആ ഒരു റേഞ്ചിലാണ് അനന്തൂരിൻ്റെ വർക്ക് ചെയ്യുന്നത്. എൻ്റെ വർക്ക് ഓൾറെഡി കഴിഞ്ഞതുകൊണ്ട് ഞാൻ മുടി ഉരിക്കാൻ പോകാമെന്ന് വിളിച്ചുകൊണ്ട് അങ്ങനെ പോയതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ചെറുതായിരിക്കും താരതമ്യേന. സോ വീട്ടിൽ പോയിട്ട് ഇനി എന്തെങ്കിലും എടുക്കണമെങ്കിൽ എടുക്കും. അപ്പം ഇവിടുന്ന് എന്തായാലും നമുക്ക് പോകാം വീട്ടിലേക്ക്. ഓക്കെ, പോട്ടെ. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ നമ്മുടെ മുടിമുറിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. ഇനി അടുത്ത വ്ളോഗ് നാളെ വരുന്നതായിരിക്കും. സോ ബൈ. അപ്പം നാളെ കാണാം. ഓക്കെ.